ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 ഈ നോമ്പ് ദിവസങ്ങൾ, ഉപവാസ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും കാൽവരിയിലേക്കുള്ള ആ ക്രൂശിതനിലേക്കുള്ള യാത്രയിൽ എന്താണ് അനുതാപമെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. അനുതാപം എന്നാൽ നമുക്കിങ്ങനെ നിർവചിക്കാം: ദൈവസ്നേഹം കട്ടപിടിച്ച ഒരു അനുഭവത്തെ ആണ് അനുതാപമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് വേദപുസ്തകാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, ധൂർത്തനായ പുത്രൻ തൻ്റെ സമ്പത്ത് എല്ലാം പിതാവിൽ നിന്ന് വാങ്ങിച്ച് ധൂർത്തടിച്ച് ഒന്നുമില്ലാതെ വറ്റി വരണ്ട ജീവിതം ഇരുട്ടി തപ്പിത്തടയുന്ന ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പന്നികളുടെ ഭക്ഷണം കഴിക്കേണ്ടി വരികയും പന്നികളുടെ കുത്തും പുഴുക്കളുടെ കടിയെല്ലാം ഏറ്റുകിടക്കുമ്പോൾ അപ്പൻ്റെ ഭവനത്തിലെ സമൃദ്ധിയുടെ നാളുകളെ ഓർത്തെടുത്ത് സ്വബോധത്തോടെ തിരികെ യാത്ര ചെയ്യുകയും തിരികെ വരുമ്പോൾ അപ്പൻ്റെ സ്നേഹം മകനെ വാരി പുണരുകയും ആ സ്നേഹത്തിന് വിളിക്കുന്ന പേരാണ് അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനുതപിക്കുന്നതും നമ്മൾ പശ്ചാത്തപിക്കുന്നതും എങ്ങനെയാണ്? നമ്മളൊരു തെറ്റ് ചെയ്തു പോയല്ലോ, ചെയ്യണ്ടായിരുന്നു, ബോധപൂർവം മനഃപൂർവ്വം അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ പാപം ചെയ്തിട്ട് നമ്മുടെ പശ്ചാത്താപങ്ങളൊക്കെയും പലപ്പോഴും എങ്ങനെയാണ്? ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു. എന്നാൽ അതിനപ്പുറത്ത് ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഇത്രയൊക്കെയും അരുതാത്തത് പറഞ്ഞിട്ടും ഇന്നും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ കർത്താവ്, എൻ്റെ പിതാവ്, ആ ഒരു തിരിച്ചറിവാണ്, അതിനെ വിളിക്കുന്ന പേരാണ് അനുതാപം. ആയതുകൊണ്ട് ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരു പാവബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അത് ദൈവസ്നേഹത്തിൽ ചാലിച്ചെടുക്കുന്ന ഒരു അനുഭവമായി മാറുവാൻ തക്കവിധം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടിലിൽ ജയമോനച്ചൻ.